അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ മരിച്ച നിതിൻ രാജിന്റെ പിതാവ് രാജനാണ് റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുന്നത്. വലിയ വിമർശനം ഇന്നിപ്പോൾ കോടതി ഉന്നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തലശ്ശേരി കോടതിയിൽ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വലിയ വിമർശനങ്ങളാണ്. പണം വാങ്ങി എന്നതടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ പണം വാങ്ങി എന്നതടക്കമുള്ള വലിയ ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? സത്യസന്ധമായ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കോടതിയിൽ നിന്ന് സത്യസന്ധമായ കാര്യങ്ങൾ, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും. പക്ഷേ തലശ്ശേരി സബ് കോടതിയിൽ എത്തിയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി. കാരണം എന്ന് പറഞ്ഞാൽ റാമിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വ്യഗ്രത എന്നോണം രാത്രിയിൽ തന്നെ ഏതോ ഒരു ജഡ്ജിയെ വാടകയ്ക്കെടുത്ത് അവിടെ കൊണ്ടുവന്ന് ഈ കേസ് വാദിക്കുകയും ഈ കേസിനോടനുബന്ധിച്ച് ഒരു കോടതിയിൽ ഒരു പ്രതിയെ ഹാജരാക്കേണ്ട നടപടിക്രമങ്ങളിലൂടെ അല്ല ഈ പ്രതിയെ ഹാജരാക്കിയെന്നും അദ്ദേഹത്തിന് പേപ്പർ കൊടുത്തത് ആന്ധ്ര ഭാഷ, അതായത് തെലുങ്ക് ഭാഷയിലല്ല അദ്ദേഹത്തിന് കൊടുക്കാമെന്നും കൊടുക്കാത്തതെന്നും പറഞ്ഞുകൊണ്ട് അതുപോലെയുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റാമിന് ജാമ്യം നൽകിയത്. അത് എന്ത് വ്യവസ്ഥയിലെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. കാരണമെന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു അന്വേഷണ സംഘത്തിൻ്റെ ഉദ്യോഗസ്ഥൻ, അവർ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടല്ലേ ഇത് ചെയ്യേണ്ടത്. അപ്പോഴെന്ന് പറഞ്ഞാൽ നിയമത്തെ, ഹൈക്കോടതി, സുപ്രീം കോടതി എല്ലാം വെല്ലുവിളിച്ചാണ് റാമിനെ സംരക്ഷിക്കാൻ ഈ ഉദ്യോഗസ്ഥർ കൂട്ടിയിരുന്നത്. 101 ദിവസവും അപ്പോൾ പിടിക്കാൻ കഴിയാതിരുന്നതല്ല, ഈ പറഞ്ഞതുപോലെ ഒരു സഹായം ഒരുക്കി കൊടുത്തു തന്നെ ആകാമെന്നാണോ ഇപ്പോഴും കുടുംബം വിശ്വസിക്കുന്നത്? കുടുംബം വിശ്വസിക്കുന്നത് മാത്രമല്ല, കോടതിക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഇവരെല്ലാം സഹായങ്ങൾ പൂർണ്ണമായും ഉണ്ടായിരുന്നു. റാം അവരെ സംരക്ഷണയിൽ തന്നെയായിരുന്നു. ടവർ കിട്ടുന്നില്ല, ലൊക്കേഷൻ കിട്ടുന്നില്ല, ATMയിൽ നിന്ന് പണം എടുക്കുന്നില്ല, അദ്ദേഹം താടി വളർത്തി വേഷപ്രച്ഛന്നായിരിക്കുന്നു, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്ത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചാലും അതൊന്നും ഒരു ശാശ്വതമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നതെല്ലാം വളരെ കളങ്കമായ കാര്യങ്ങളാണ്. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോളുകൾ വിളിച്ചിട്ടുമുണ്ട്, പണങ്ങൾ കൈമാറിയിട്ടുമുണ്ട്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട് അഴിമതിപരമായ. ഇപ്പോൾ പുതിയ അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന അന്വേഷണം എല്ലാം അട്ടിമറിക്കപ്പെട്ടുവെന്ന് കോടതി അടക്കം പറയുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ പുതിയ അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. വിശ്വാസമുണ്ടോ? ഞങ്ങൾ ഓരോ പുതിയ അന്വേഷണ സംഘവും വരുമ്പോഴും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് തോന്നുമ്പോൾ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഞങ്ങൾക്ക് സത്യസന്ധമായ ഒരു കേസ് അന്വേഷണമാണ് ആവശ്യം. ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ ആരെയും മുഖം നോക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളുടെ മകനാണ് നഷ്ടപ്പെട്ടത്, അവന് നീതി കിട്ടണം. ഇനിയൊരു കോളേജ് ക്യാമ്പസിലും ഇനിയൊരു കുട്ടിക്ക് പോലും ഈ ദുർഗതി ഉണ്ടാവില്ല. പഠിച്ച് മിടുക്കനായ ഒരു ഡോക്ടറാവാൻ ഈ നാട്ടിൽ നിന്ന് പോയവനാണ്. ഈ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവൻ, ഈ വീട്ടുകാർക്ക് പ്രിയപ്പെട്ടവൻ, അവൻ്റെ അധ്യാപകർക്ക് പ്രിയപ്പെട്ടവൻ, അവൻ കോളേജിൽ തന്നെ എല്ലാ അധ്യാപകർക്കും പ്രിയപ്പെട്ടവൻ, എല്ലാ ക്ലാസ്സിലും മുന്നിൽ നിൽക്കുന്നവൻ, പഠിത്തത്തിൽ എല്ലാത്തിലും. അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ചയോ ഒന്നും ഇന്നുവരെയും ഉണ്ടായിട്ടില്ല. എന്നിട്ട് റാം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവനെ ശാസിക്കുകയോ ചെയ്തിട്ടുള്ളൂ, ഇവൻ പഠിക്കുന്നില്ല എന്നൊന്നും. അവൻ്റെ റെക്കോർഡുകളെല്ലാം നിങ്ങൾക്ക് ആർക്ക് വേണോ പരിശോധിക്കാം. എല്ലാ നിലയിലും അവൻ മുൻപന്തിയിലാണ്, എല്ലാത്തിലും മുൻപന്തിയിലാണ്. എല്ലാ പരീക്ഷകളിലും മാർക്കുകൾ മുൻപന്തിയിൽ വാങ്ങി ഏറ്റവും കൂടുതൽ എല്ലാ വിദ്യാർത്ഥികളാലും ആ സ്കൂളിൽ, ആ കോളേജിൽ ഏറ്റവും മുന്നിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അവനെതിരെയാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ മകനെതിരെ ആരൊക്കെ പ്രവർത്തിച്ചു അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും, പിന്നെ ഈ പുതിയ അന്വേഷണ സംഘം നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി ഈ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് കേസന്വേഷണം നടത്തുമെന്നുമാണ് ഞങ്ങളുടെ ആവശ്യം. ഭരണകൂടത്തിന് പോലും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ സർക്കാരിൻ്റെയോ ഈ സർക്കാരിൻ്റെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ അടക്കം കഴിഞ്ഞ ദിവസം അച്ഛനും അമ്മയും പോയി കണ്ടിരുന്നു. അപ്പോൾ അതിലെന്താണ് പറയാൻ? എനിക്ക് സർക്കാരുകളെ വിമർശിച്ച് ഒരു പരിചയമില്ല. എന്നാലും എൻ്റെ ആ പൊതുധാരയിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നു. നിതിൻ്റെ അച്ഛനായിട്ട് എന്ന് സംസാരിക്കും. കഴിഞ്ഞ സർക്കാർ അവർ ഒന്നും ചെയ്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ കുറേ നേതാക്കന്മാർ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അന്വേഷണമായിട്ട് അത് എന്താണോ ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് പോകേണ്ടതായിരുന്നു. പക്ഷേ അതിൽ വീഴ്ച പറ്റി. ഇവിടെ ഗുരുതരമായ വീഴ്ചകളാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പറ്റിയത്. കെയർടേക്കർ മന്ത്രിസഭയായിട്ടൊക്കെ ഇരുന്നപ്പോഴാണ് ഈ സംഭവം 9-ാം തീയതി സംഭവിക്കുന്നത്, ഏപ്രിൽ 10-ാം തീയതി സംഭവിച്ചതെങ്കിലും പക്ഷേ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല അവർ നീക്കിയത്. അതിൽ വീഴ്ചകളുണ്ടായിട്ടുണ്ട്. പുതിയ സർക്കാർ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടു. പുതിയ സർക്കാരിൻ്റെ ഒരു സഹായം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? കുടുംബത്തിനൊപ്പം പുതിയ സർക്കാർ നിൽക്കുമെന്ന് കരുതുന്നു?
പുതിയ സർക്കാരിനെ കണ്ടു, CM-നെ കണ്ടപ്പോൾ CM പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാര്യങ്ങളെല്ലാം കുടുംബത്തിന് അനുകൂലമായി നിൽക്കുമെന്നാണ്. പക്ഷേ സർക്കാരിനെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലോ. ഈ ഉദ്യോഗസ്ഥരല്ലേ ഈ അഴിമതിരഹിതമായ കളങ്കരഹിതമായ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ സർക്കാരിനെ പോലും പ്രതിക്കൂട്ടിലാക്കി, ആഭ്യന്തര വകുപ്പിനെ പോലും പ്രതിക്കൂട്ടിലാക്കി ചോദ്യം ചെയ്യേണ്ട ഒരു ഗതികേട് ഈ സർക്കാർ മുഖാന്തരമാണ് ഉണ്ടായത്. എന്തായാലും കോടതി പറഞ്ഞ കാര്യങ്ങൾ അത് സത്യമാണ്. കേസ് പല തരത്തിൽ പലയിടങ്ങളിൽ നിന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെയാണ് നിതിന്റെ അച്ഛനായ രാജനം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നു മുതൽ പുതിയ അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തിരിക്കുകയാണ്. പുതിയ അന്വേഷണ സംഘം എങ്കിലും കുടുംബമടക്കം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ തരത്തിലൊരു അന്വേഷണം നടത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എന്തായാലും കുടുംബവുമുള്ളത്. സർക്കാരിനെ അടക്കം കണ്ടിരുന്നു, മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും ചേർന്ന് മകന് നീതി ലഭിക്കും വരെ പോരാടും എന്നുള്ള കാര്യമാണ് അദ്ദേഹം എന്തായാലും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.